Hey viewers, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞെങ്കിൽ a short tour of Ramoji Film City. So let's get into the video. ഇന്ന് നമ്മളുള്ളത് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ. ഇപ്പോൾ സമയം 3:15 പക്ഷേ ഇവിടത്തേക്ക് വരുമ്പോൾ രാവിലെ തന്നെ വരണമെന്നാണ് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വരാൻ കഴിഞ്ഞില്ല. ഇതിനുള്ളിൽ കയറെങ്കിൽ ഇനി രാത്രി 10 മണിക്ക് പുറത്ത് വരാൻ കഴിയും. അപ്പോൾ പോകുമ്പോൾ തന്നെ എല്ലാ സാധനം വേണ്ടത് നമ്മൾ എടുത്തിട്ട് പോകണം. അങ്ങനെ ടിക്കറ്റ് കയ്യിൽ കിട്ടി. അപ്പോൾ പെർ ഹെഡിന് 1711 റുപ്പീസ്. അപ്പോൾ ഹെൻസാക്കും ബേബിക്കും ടിക്കറ്റ് ഉണ്ടായിട്ടാ. നമ്മൾ 6 മെമ്പേഴ്സിന് മാത്രം. അപ്പോൾ ഇത് ഇവിടുത്തെ ഫസ്റ്റ് എൻട്രൻസ്. ഇവിടുന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. എന്തുമില്ല, ജസ്റ്റ് ബാഗൊന്ന് ചെക്കാക്കിയിട്ട് നമ്മളെ വിടും. അപ്പോഴേക്ക് സ്റ്റിക്കർ തരും. സ്റ്റിക്കർ നമ്മുടെ കൂടെ ഒട്ടിച്ചാൽ മതി. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ മെയിൻ പ്രോപ്പർട്ടി ഉള്ള സ്ഥലത്ത് ഒരു കൊണ്ടാക്കും. ഇതൊരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിക്ക് അപ്പുറത്തും സൈഡായിട്ട് കാണാൻ ഒരുപാടുണ്ട് ഗൈസ്. പിന്നെയല്ലേ ഗൈസ്, ഞാൻ വിചാരിച്ച ഈ ബസ്സിലുണ്ട് ആൾക്കാരേ ഉണ്ടാവും, പക്ഷെ അവിടെ എത്തിയിട്ടാകുമ്പോൾ സംഭവം മനസ്സിലായി. പിന്നെ ഇതാ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ സ്റ്റേക്കേഷൻ. നമുക്ക് സ്റ്റേ ആക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ ആക്കാം. ഇങ്ങനെ കുറേ ഉണ്ട് കാണാൻ. ഇത് ഫൗണ്ട്, പിന്നെ അവിടുത്തെ ഗാർഡൻ, ഇതെല്ലാം പോകുമ്പോൾ നമുക്ക് കാണാൻ കിട്ടും. നമ്മൾ പോയെന്ന് ചെറുങ്ങനെ മഴ പെയ്തിട്ടുണ്ടായി. ക്ലൈമറ്റ് ഒരു ഡൾ ക്ലൈമറ്റായിരുന്നു. അങ്ങനെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ബസ്സിന് നമ്മൾ ഡ്രോപ്പ് ആക്കിയിട്ട് ബസ് തിരിച്ച് പോയി. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഉള്ളിൽ എങ്ങനെയെന്ന് നമുക്ക് പോയി നോക്കാം. ഉള്ളിലെത്തിയിട്ട് പുറത്തുനിന്ന് കാണുമ്പോഴേ അല്ല, ഉള്ളിൽ നിറഞ്ഞ ലോകം. ഒരു രക്ഷയില്ല ഗൈസ്. ഹ്യൂജ് പ്രോപ്പർട്ടി. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ലേറ്റ്. അങ്ങനെ മാക്സിമം കഴിയുന്നത്ര നമ്മൾ കവറാക്കിയിട്ടുണ്ട്. പിന്നെ എന്തെന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു അടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്നെങ്കിൽ പിന്നെ അവിടെ പോസ്റ്റ്. അങ്ങനെ കുറേ സമയം പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഷോ നോക്കാൻ പോയി. അത് ആനിമേറ്റഡ് മൂവി ചെയ്യുന്നൊരു ഷോയിലേക്ക്. അതൊരു ഓപ്പൺ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഇമ്പ്രസ്സായി ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ.
ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റായിട്ട് ഇടണം കേട്ടോ. നമുക്കെല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി, എൻജോയ് ചെയ്ത് നല്ല രസമുണ്ടായിന്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ റിയലായിട്ട് കാണുമ്പോൾ. അങ്ങനെ ആ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലത്തെ ഒരു ഷോപ്പെല്ലാം ഉണ്ട് ഗൈസ്. കാണാനും നല്ല രസമുണ്ട്. കുറേ ഉണ്ട്, ജ്വല്ലറീസ്, ബാഗ്, ഹാറ്റ്, ടോയ്സ് എല്ലാം ഉള്ളൊരു കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഷോപ്പ്. ഇങ്ങനെ ആടുന്ന് പുറത്ത് കഴിയുമ്പോൾ ഒരു മഴ പെയ്തിട്ടെല്ലാം പോയിട്ടുണ്ട്, ക്ലൗഡ് നോക്കി. അടുത്തത് മൂവി മേക്കിംഗ് ഷോയിലേക്ക് പോയി. ഇത് ഒരു റിയൽ മൂവി അങ്ങനെ ഉണ്ടാക്കുന്ന സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം പറഞ്ഞു കാണിച്ചിട്ട്. Movie making process. For that I need 3 actors from your site. They must go 18 years to 40. 18 करो अम्मा, हमको तो लग रहा है आप आराम से ब्यूटी पार्लर को जा रहे जैसा. बिल्कुल टेंशन नहीं है चेहरे में, ऊपर से हंस रहे भी. मैडम ये टूथब्रश का ऐड नहीं है. Friends, did you see that green screen behind the stars? That is called chroma effect. With that we can change any backdrop. Look at that. They went to international airport of Kuala Lumpur. पैसे के साथ गाड़ी भी लेकर सीधा मलेशिया. मैडम अभी पीछे बिल्कुल मत देखो, इंस्पेक्टर घर चले गया. सिर्फ कैमरा को देखिए, गाड़ी चलाई है. अभी आप मलेशिया में है, वो भी मेट्रो ट्रेन ट्रैक के ऊपर. क्या खतरनाक एक्टिंग किया रियली. ना बैग में पैसा, ना फेस में एक्सप्रेशन. Still they are enjoying the ride. Thank you man. Take okay. Take comedy film really. Literally, I'm so happy that there should be some. ഇത് മൂവിയുടെ ഔട്ട്പുട്ട് കണ്ടിട്ടൊരു പഴയ മൂവിയുടെ ഒരു ഷോട്ട് നോക്കൊരു ഫീൽ. അടുത്ത ഷോ സ്പേസ് യാത്ര ഷോ, അത് നോക്കാൻ പോയത്. ഇത് യൂഷ്വലി നമ്മൾ മാളിലെല്ലാം പോയിട്ട് 3D ഷോ കാണുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവം. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ട, എന്നാലും ഓക്കെ ആയിരുന്നു. I'm coming in a little too close to the station. Look out! Oops! Better go to light speed. Ooh, check it out. Now that's an interesting planet. And look, little spaceships from another civilization that are hostile. They're still on our tail. Let's hide in here. Uh-oh. Hold on. It might get bumpy. അങ്ങനെ അതും നോക്കിയിട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും പഴിച്ച്. അങ്ങനെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ആ ക്യാൻറ്റീനിൽ പോയിട്ട് പപ്സ്, സമൂസ, ചായ, ജ്യൂസ് അങ്ങനെ വേണ്ടിയതെല്ലാം തിന്ന്. പിന്നെയല്ലേ ഗൈസ്, ഇവിടുത്തെ പപ്സിന് നമ്മളെ കോളേജ് ക്യാൻറ്റീനിൽ കിട്ടുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റ്. ഞാനൊരു 2 പപ്സും ഒരു സമൂസ, ഒരു മാംഗോ ജ്യൂസ് കുടിച്ച്. പിന്നെ ഇവിടെ നോൺ വെജ് ഇല്ല, വെജ് മാത്രം. അത് തൂറ്റലായിട്ട് അടുത്തതിനെ പോകാൻ നിൽക്കുമ്പോൾ ഇപ്പം മഴ പെയ്യില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഉണ്ടായിന്. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ ഒരു ദിവസം പറഞ്ഞു ഗൈസ്. അതായത് അത്ര സ്പോട്ടുണ്ട്, കുറേ വിൻറ്റേജ് കാർസ്, അങ്ങനെല്ലാം നല്ല നല്ല ബിൽഡിങ്സ് അങ്ങനെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോയത് സ്റ്റണ്ട് ഷോ. അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ തന്നെ തീരാനായിട്ടുണ്ടായിന് ഗൈസ്. പിന്നെ ക്ലൈമാക്സും കണ്ടിട്ട് വന്ന്. പക്ഷേ കഥ അറിയാണ്ട് ക്ലൈമാക്സ് കണ്ടിട്ടൊരു കാര്യമുണ്ടോ? ഇല്ലല്ലോ അല്ലേ.
നമ്മൾ പോയത് മൂവി സെറ്റിലേക്ക്. ഇവിടെ ഉള്ളിലെയും സൈഡിലും അതിലെല്ലാം കുറേ ഉണ്ട് ഗൈസ് കാണാൻ. പക്ഷേ നമുക്ക് രാത്രി ആയതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തും പോകാൻ കഴിഞ്ഞിട്ടാ. വൈൽഡ് വെസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സെറ്റ്. പിന്നെ ഇങ്ങനെ താഴെ കഴിഞ്ഞിട്ട് പോയെങ്കിൽ കുറച്ച് കളിക്കുന്ന ഏരിയാസ് ഉണ്ട്. അത് അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് കളിക്കണം. നമ്മൾ എവിടെ പോയാലും വർക്കത്തിൻ്റെ മഴ ഉണ്ടാവും ഗൈസ്. അങ്ങനെ ആടിയും നല്ലൊരു മഴ പെയ്ത് കുറേ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടാ. പിന്നെ ബസ്സിലൂടെ ഒരു മൂവി സെറ്റിലേക്ക് കൊണ്ടുപോകുന്നതുണ്ട്. അത് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടാ. ബിക്കോസ് രാത്രിയായി. പിന്നെ അതിനത്രയും തിരക്കും ഉണ്ടായിന്. അഞ്ചാക്ക് റെയിൻ ഡാൻസിൽ കളിക്കാൻ നല്ല ആശയുണ്ടായിന്. അങ്ങനെ നമ്മളെ കൂട്ടിയിട്ട് അവിടെ കളിക്കാൻ കൊണ്ടുപോയി. കുറച്ച് സമയം അവിടെ കളിച്ച് അതിനിടയ്ക്ക് നമ്മളെ വോയിസ് ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. അപ്പം മൂവി സെറ്റിലേക്ക് പോകണമെങ്കിൽ ഈ ബസ്സിൽ പോകണം. ഈ ബസ്സിലാണ് കൂട്ടിയിട്ട് പോകുന്നത്. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ടായി. അന്നത്തെ ദിവസം ഫിലിം സിറ്റിയിൽ എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അപ്പോൾ ഡാൻസ് പെർഫോമൻസും ഉണ്ടായിന്. അതും കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. എല്ലാ ക്യാരക്ടേഴ്സുള്ളൊരു ഡാൻസ്. ആഡിയോ എത്തുമ്പോൾ നമ്മൾ ലേറ്റായിട്ടുണ്ടായി. ലാസ്റ്റിലാണ് നമ്മൾ എത്തിയത്. ഡാൻസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫുഡുണ്ട്. സോ അത് കഴിക്കാനായിട്ട് നമ്മൾ ദിൽസേക്ക് പോയി. ഇവിടെ നമുക്ക് വേണ്ട ഐറ്റം നമുക്കെടുത്ത് കഴിക്കാം. അതായത് ഒരു തരും അങ്ങനെ കഴിക്കാം. കുറേ മെനൂസ് ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഈ വാളിൽ ഫുള്ള് സെലിബ്രിറ്റി കപ്പിൾസിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. ഞാൻ ബിരിയാണി എടുത്ത്, ഹസ്ബൻഡ് പൊറോട്ട ദാൽ അങ്ങനെ എടുത്ത്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ബൈ ബൈ ഫിലിം സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് ഇറങ്ങി. കുറേ ഇനിയും ബാക്കിയുണ്ട് ഗൈസ് കാണാൻ. അതൊന്നും കാണാൻ കഴിഞ്ഞിട്ട്. ബട്ട് സാരമില്ല, നെക്സ്റ്റ് ടൈം വരാം ഇൻഷാ അല്ലാ. നിങ്ങൾ ആരെങ്കിലും ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ രാമോജി ഫിലിം സിറ്റി മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. 1711 റുപ്പീസിന് ഈ ഒരു സ്പോട്ട് എന്തായാലും വേർത്താണ്. അപ്പോൾ ഓക്കെ, ബൈ.